ഡോക്ടർ ഹിബ, ഫോൺ അഡിക്ഷൻ, കുട്ടികളുടെ ഫോൺ അഡിക്ഷൻ എന്നാ പറഞ്ഞത്, വലിയവർ തന്നെ ഫോണിന് അഡിക്ഷനാണ്. ഞാൻ ഉൾപ്പെടെ, നിങ്ങളുണ്ടോയെന്നുള്ള അറിയില്ല, ഒരുവിധം എല്ലാവരും അഡിക്റ്റാണ്, ഫോണിന് അഡിക്റ്റാണ്. ഈ ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോൺ ഇല്ലാതെ നമുക്കൊരു നിമിഷം പോലും നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അതായത് എപ്പോഴും നമുക്ക് ഫോൺ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പൊ ഈ പറയുന്നതിന്റെ ഇടയിൽ ആ ആൾക്ക് ഫോൺ ചെക്ക് ചെയ്യണം എന്നുള്ളൊരു ത്വര വരിക എന്നുള്ളത് ടെൻഡൻസി വരിക. അതേപോലെ ഫോൺ ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, വേറൊരു ആക്ടിവിറ്റി ഇല്ല, ഹോബി ഇല്ല, പുറത്തിറങ്ങുന്നില്ല, കുട്ടികളുമായിട്ടുള്ള സംസാരങ്ങൾ, ഇന്ററാക്ഷൻസ് വളരെയേറെ കുറയുക. അവർക്ക് ആ ഒരു ഒറ്റപ്പെടലാണ് പിന്നീട് വരുന്നത്. ഫോൺ ഇല്ലാതെ അവർക്ക് വേറൊരു ലോകമോ ജീവിതമോ ഇല്ലാതെ ആവുക എന്നുള്ളൊരു സാഹചര്യമാണ് ഫോൺ അഡിക്ഷൻ. ഈ ഫോൺ അഡിക്ഷൻ എന്നുള്ളത് രോഗമാണ്. അഥവാ രോഗമാണെങ്കിൽ തന്നെ അതിന്റെ സിംറ്റം എന്തൊക്കെയാണ്? ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും അതൊരു രോഗമാണ്. അതൊരു ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള ഒരു രോഗം തന്നെയാണ്. അത് പലപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതൊരു കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ 12 വയസ്സിന് മേലെയുള്ള കുട്ടികളാണെങ്കിൽ പൊതുവെ ആ ഒരു ടീനേജ് ആകുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിന് താഴെയുള്ള പ്രായമാകുമ്പോൾ നമ്മളെ പവർ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറെയൊക്കെ കൺട്രോളിൽ വരുത്താവുന്നതാണ്. അപ്പൊ ആദ്യം എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് ഫോൺ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും ബോർ അടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നത് എന്നുള്ള വാക്കാണ് കുട്ടികളെ വായിന്ന് വരാറ്. അല്ലെങ്കിൽ അവർക്ക് വേറെ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല. ഇത് ഫോൺ കാണുകയല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാനില്ല, ചിന്തിക്കാനില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോ അതിലേക്ക് നമ്മൾ അത് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ബോറടിക്കുന്നത് നല്ലതാണ്, കാരണം കുട്ടികളിൽ ക്രിയേറ്റിവിറ്റി കൂടാൻ അത് കൂടെ സഹായിക്കും എന്നുള്ളതാണ് ബോറടി എന്ന് പറയുന്നത്. പക്ഷെ അതവിടെ നമ്മളെ കുട്ടികളെ നമ്മൾ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫീസ് വർക്ക് ചെയ്യുമ്പോൾ ഈ കുട്ടി മിണ്ടാണ്ടിരിക്കാൻ വേണ്ടിയില്ല അല്ലെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോൺ കൊടുക്കുന്ന ഒരു സാഹചര്യം അതൊരിക്കലും ഉണ്ടാവാൻ വരുത്താതിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഫോൺ അഡിക്ഷന് കാരണക്കാര് ഈ പാരന്റ്സ് തന്നെയാണ്. ആദ്യം ഈ ചെറുപ്പം മുതലേ, ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ചെറിയ കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ, അവർ ഈ 1 വയസ്സ് കഴിയുമ്പോൾ തന്നെ കാക്കേ തുടങ്ങും. ഈ കാക്കേ എന്നുള്ളത് മുത്തശ്ശീന്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഒന്നോ കിട്ടുന്നതല്ല, അവർ ഈ ഫോണിൽ നിന്ന് പഠിക്കുന്നതാണ്. ആ കാക്കേ കഴിഞ്ഞ് അവരൊരു കാത്തു, അതേമാതിരി എന്താണ്, അതെ ഡോക്ടറിന്റെ മോളല്ലേ, എന്താ പേര്, മഹ. ഇപ്പൊ മഹേനെ ഇപ്പൊ ഡോക്ടർ എടുത്ത് നിൽക്കുന്നത് ഒരു നിവൃത്തികേടും കൊണ്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് തുടങ്ങിയപ്പോൾ മഹ പെട്ടെന്ന് കരഞ്ഞു. ഡോക്ടർ എടുത്ത് നിന്നിട്ട് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണോ പാരന്റ്സ് പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടി ഫോൺ കൊടുക്കല്? തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ എനിക്ക് അവളെ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഒരു അക്ഷരം മിണ്ടാതെ അവിടെ ഇരിക്കുവായിരുന്നു. അതെനിക്ക് ചെയ്യാവുന്നതാണ്. പൊതുവേ നമ്മൾ ചെയ്യുന്നത് തന്നെ നമ്മുടെ കാര്യം, നമ്മുടെ പ്രശ്നം കൊണ്ടാണ് ഈ കുട്ടികൾ ഫോൺ അഡിക്റ്റഡ് ആവുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുട്ടികൾക്ക് ഫോൺ കൊടുത്ത് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ അവരവിടെ മിണ്ടാതെ ഇരുന്നോളും. നമ്മൾക്ക് എത്ര നേരം വേണമെങ്കിലും എന്ത് പണി വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇത് കാരണം ഇവർ അഡിക്റ്റഡ് ആവുകയാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാതെ പോകുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പേരൻസ് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായും. അപ്പൊ മഹ ഫോൺ അഡിക്റ്റഡ് ആയിരുന്നു. എങ്ങനെ ഡോക്ടർ അത് മാറ്റിയെടുന്നേര്? 2 വയസ്സ് വരെ മോള് ഫോൺ വല്ലാതെ കാണാറൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു കറക്റ്റ് നിർബന്ധമായിരുന്നു എനിക്ക്. ഇപ്പൊ എത്ര വയസ്സ്? ഇപ്പൊ 3.5 വയസ്സ്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ കുട്ടികളിൽ ഏറ്റവും നല്ലത് 2 വയസ്സ് വരെ മാക്സിമം ഫോൺ കൊടുക്കാതെ ഇരിക്കുക എന്നുള്ളത് ഒരുപാട് പഠനങ്ങൾ പറയുന്നതാണ്. അപ്പൊ അത് വെച്ചിട്ട് തന്നെ ഞാൻ 2 വയസ്സ് വരെ മാക്സിമം പിടിച്ചു നിന്ന്. പക്ഷെ പിന്നെ എന്താന്ന് വെച്ചാൽ ഫോൺ കാണിച്ചു കൊടുത്താൽ അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ കാണാറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പം പിന്നെ ഈ കുട്ടികൾ കാണുന്നത് കണ്ടപ്പം ഇവർക്ക് ആദ്യം പാട്ടുകൾ കേൾക്കുന്നുണ്ട്. അപ്പൊ പാട്ടുകളിൽ ഇൻട്രസ്റ്റ് വന്നു.